ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളിപ്പോൾ ഉള്ളത് ദ ഗ്രേറ്റ് ഹിമാലയസിൻ്റെ അടുത്താണ്. നമ്മൾ അതേ റൂട്ടിലാണുള്ളത്. നമ്മൾ ഇന്ന് ഹെഡ് ചെയ്യാൻ പോകുന്നത് ശ്രീനഗറിലോട്ടാണ്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം പൂഞ്ച് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിന്ന് പോകാൻ നിൽക്കുന്നത് ശ്രീനഗറിലോട്ടാണ് ഗൈസ്. അത് വേറൊരു വെറൈറ്റി വഴിയാണ്. നോർമൽ ജമ്മു ടു ശ്രീനഗർ റോഡല്ല പോണത്. കിടിലൻ റോഡാണ്. കിടിലൻ റോഡ് എന്ന് പറഞ്ഞാൽ കിടിലൻ റോഡ് പീർക്കി ഗലി അങ്ങനെ ഒരു വഴി കൂടെയാണ് നമ്മൾ പോണത്. രണ്ട് സൈഡിൽ ഫുള്ള് സ്നോവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റൂട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ വരാൻ പോണതിൽ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഇതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് എടുക്കാൻ പോണ ഒരു വീഡിയോ ഇതായിരിക്കും, ബിക്കോസ് ഓഫ് ദ സ്നോ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കാണാം. നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. പൂഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് ശ്രീനഗറിലോട്ടുള്ള ഒരു യാത്ര അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും. കാരണം രണ്ട് സൈഡ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണിത്. ഓക്കെ, അപ്പം അതിനൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് വിടാം. ലെറ്റ്സ് ഗോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഏരിയ മൊത്തം. ലെഫ്റ്റിൽ ഒഴുകണം പുഴയും. എന്ത് രസമാണെന്ന് അറിയാം പുഴയത്തെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളർ കാണാൻ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും ഗൈസ്. അത്രയും എത്ര ഷോട്ട് എടുത്താലും അല്ലെങ്കിൽ എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം ഗൈസ്. റോഡൊക്കെ വേറെ ക്ഷീണാട്ടോ. ഫുള്ള് ഓഫ് റോഡ് വൈപ്പാണ്. പറഞ്ഞ് തീർന്നില്ല, തുടങ്ങിയ ഓഫ് റോഡ്. കല്ലൊക്കെ നോക്കിയേ, മോളിൽ നിന്ന് വീണിട്ടുള്ള കല്ലുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ മൊത്തം മണ്ണിടിച്ച് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് പിന്നെ റോഡ് അഗൈൻ ക്ലിയർ ചെയ്തിട്ടുള്ള റോഡാണിത്. ഓക്കെ, കണ്ടോ, മോളിൽ നിന്നൊക്കെ ഇടിഞ്ഞു വന്നിട്ട് വീടിൻ്റെ മുക്കാൽ ഭാഗം പോകുന്നു. ഇഷ്ടമാണ് വീടൊക്കെ നിൽക്കണ നോക്കിയേ, സീന് സംഭവം. ഈ റോഡ് ഭയങ്കര ഡേഞ്ചറാട്ടോ. നോർമൽ ജമ്മു ടു ശ്രീനഗർ റോഡ് ഇത്രയും ഡേഞ്ചറസ് ഇല്ല, പക്ഷേ ഈ റോഡ് ഫുൾ ഡേഞ്ചർ റോഡാണ്. ബിക്കോസ് മറ്റേ ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ സ്റ്റോൺ ഫോളിങ്, കുറേ പ്രശ്നങ്ങളുണ്ട് ഈ റോഡിൽ. പക്ഷെ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് കഴിച്ചത്. ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷെ എൻ്റെ പൊന്നെ മലയൊക്കെ നോക്കി എന്ത് രസമാണല്ലോ കാണാൻ. വേറെ തന്നെ ഫീൽ കിട്ടാ. എന്താ കണ്ണു നോക്കി മുകളിലൊക്കെ നല്ല മഞ്ഞ് മല ഗൈസ്, നല്ല വെളുത്തിരിക്കണ മലകൾ. ദേ ഇവിടുന്ന് കാണാൻ പറ്റുമോ? കണ്ടോ എന്തോരം നോക്കിയേ, ഫുള്ള് നല്ല മഞ്ഞ് മലകളാണ് ഗൈസ് അവിടെയൊക്കെ. ഓഫ് റോഡാണ് സീൻ. റോഡ് ഷോക്കാണ് ഗൈസ്. എവിടുന്നോട്ട് ഷോക്കാണെന്നറിയാം. ജമ്മു നമ്മളിങ്ങനെ കയറുമ്പോൾ ഇട്ടിട്ട് ഇനി അങ്ങ് എത്തണ വരെ ഷോക്കായിരിക്കും എനിക്ക് തോന്നണേ. അമ്മേ, പിന്നെ ഹിമാലയൻ ആയതുകൊണ്ട് ഓഫ് റോഡ് ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. ഓക്കെ, അയ്യോ എവിടെയും ബ്ലോക്കായാ പണിപ്പാളിയിൽ ഈശ്വര. നമുക്കിനി ബ്ലോക്ക് കണ്ട് കാണാം. ഇത് കുറച്ച് സമയം പിടിക്കും. ഒരു അരമണിക്കൂറത്തിൻ്റെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ആ ബ്ലോക്കിൽ നിന്ന് മെല്ലെ ഒന്ന് മൂവ് ആയിട്ട് കഴിച്ചു. ഈ പോണ 26 സീറ്റ് വണ്ടിയാണ് ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണം. സംഭവം ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ട് അമ്മേ ചെറിയ വഴിയല്ലേ. വണ്ടി ഫുള്ള് ഓടായതുകൊണ്ട് താങ്ങണില്ല സുഹൃത്തുക്കളെ. എങ്ങടാ മലരൻ? ഇവന്മാര് ഹോൺ അടിക്കുന്ന എടുപ്പല്ല. ഇവന്മാരെ ഹോണടി അടിച്ചങ്ങ് പിടിക്കും. ദേഷ്യം വരും നമുക്ക്. അയ്യോ, കുറച്ച് കാറ്റ് കിട്ടി ഗൈസ്. ബ്ലോക്ക് കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടേ ചെളി പിളി. റോഡ് കണ്ടു. ഇങ്ങനത്തേക്ക് വഴി കൂടെ ഹിമാലയൻ ഫുൾ ലോഡായിട്ട് പോകുമ്പോണ്ടല്ലോ ബെയറിംഗ് ഹോകയാ ഗൈസ്, ബെയറിംഗ് ഹോകയാ. എന്തേലും അവിടെ ഗൈസ്. ബ്ലോക്ക് കിട്ടും. ഇനി നമുക്ക് പ്രകൃതിയിലോട്ട് തിരിച്ചു വരാം സുഹൃത്തുക്കളെ. ഏതാ മലകൾ നോക്കിയേ, ഏതാ ഭംഗി കാണാൻ. പച്ചപ്പ് നിറഞ്ഞിങ്ങനെ ഹരിതാപകരമായി നിൽക്കല്ലേ. ഐ ലവ് ദർബ. വീണ്ടും തുടങ്ങി മക്കളെ ഓഫ് റോഡ്. ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഓൾറെഡി ഞാൻ ബെയറിങ് മാറ്റിയതാ. ഇത് കാശ്മീർ അടിച്ച് മൊത്തം കഴിച്ച് തിരിച്ച് ജമ്മുവിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത ബെയറിങ് വീണ്ടും മാറേണ്ടി വരും തോന്നണേ.
ഫുൾ ഓഫ് റോഡ്. അങ്ങനെ നമ്മളിത് ബഫ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ ബഫ്ലേസ് ബ്രിഡ്ജ്. അവിടെ നിന്ന് എങ്ങടാ ബ്രോ? യെസ് ഗൈസ്, അത് മൂടില്ലേ? അതെ അതെ അതെ, ഒരു 30 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഫുള്ള് സ്നോ ആണ് ഗൈസ്. എൻ്റെ മുന്നു മക്കളെ എന്താ കാണുന്ന നോക്കിയ മുകളില് ഇത് അവിടെ ഇട്ട്. എൻ്റെ മോനെ മഞ്ഞുമലകൾ, അതേതാ വ്യൂ നോക്കിയേ, സീന്. കണ്ണെടുക്കാൻ തോന്നണില്ല കേട്ടോ അവിടുന്ന്. കണ്ണെടുത്തില്ലെങ്കിൽ വണ്ടി തിരിവിരിക്കില്ല. എൻ്റെ മോനെ ഏതാ വ്യൂ അല്ലേ. അയ്യോ, നല്ല ഐസ്ക്രീം ഒക്കെ എടുത്ത് വെച്ച് പോയിട്ട്. ക്യാമറയിൽ എന്തോരം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ മക്കളെ, അത് വേറെ സീനാണ് ഗൈസ്. തണവൊന്നും പക്ഷെ അത്ര ഓവറായിട്ട് ഫീൽ ചെയ്യണില്ല കേട്ടാ. പക്ഷെ ഫ്രണ്ടിൽ കാണുന്നത് മഞ്ഞുമലയാണ് മക്കളെ. പക്ഷെ എൻ്റെ മോൻ എന്ത് രസമാണുള്ളത് കാണുമ്പോൾ കോരി തിരിക്കണം. നോക്കി കണ്ടോ, ഗൂസ് ബംസ് പൊന്തി ഗൈസ്, ഗൂസ് ബംസ്. എന്ത് രസമാണല്ലേ. ഇവിടെ മൊത്തം ഷൂട്ടിംഗ് സ്റ്റോണുള്ള ഏരിയ ആയതുകൊണ്ടേ നമ്മൾ കെയർഫുൾ ആയിട്ട് പോകണം. കണ്ടോ, ഈ റോട്ടിൽ കിടക്കുന്നത് മൊത്തം മോളിൽ നിന്ന് വന്നിട്ടുള്ള കല്ലുകളാണ്. കണ്ടോ, ചെറിയ കല്ല് മതി, പക്ഷെ അത്രയും ഫോഴ്സ് കൂടുമ്പോണ്ടല്ലോ നമുക്ക് നല്ല ആഘാതം എടുക്കും. അയ്യോ, കല്ല് എന്ത് വീണോടാ, അടുത്ത സാധനം വീണോണ്ടാ. ലൈവ് സാധനം വീണു ഗൈസ്. ആക്ച്വലി നമ്മളിപ്പോൾ മുഗൾ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മുഗൾ റോഡ് നമ്മൾ രാവിലെ അലൗ ചെയ്യാത്ത വഴിയാണ് ഇത്. ബൈക്കേഴ്സിനെയും ബൈക്കേഴ്സിനെയും ട്രക്കിനൊന്നും ഈ വഴി വിട്ടിരുന്നില്ല അവർ. നിങ്ങളപ്പോൾ വേറൊരു വഴി കളിച്ചിട്ട് ഈ റോഡിൽ കയറിയതാ. ഓക്കെ, ഈ റോഡ് നോക്കി, 2 മലയുടെ ഇടയിൽ കൂടെ. മഞ്ഞുമല വണ്ണയ്യേ വേറെ സീൻ. നമ്മൾ മഞ്ഞിരിക്കാണ് പോണേ, അത് വേറെ കാര്യം. നമ്മൾ മഞ്ഞിൽ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമർഗ് സോനമർഗ് ഒക്കെ അവിടുത്തെ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീളനെ കിടക്കണേ. അപ്പോൾ അത് വെട്ടിച്ച്, അതായത് അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ശ്രീനഗർ റോഡിലോട്ട് കിടക്കാൻ. അപ്പോൾ ആ ഒരു പോർഷൻ ഇച്ചിരി ഹാർഡാണ്. ഹാർഡ് മീൻസ് ഫുൾ ഓഫ് സ്നോ ആണ്. ഓക്കെ, നമ്മളപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോണത്. സ്നോയുടെ കേന്ദ്രത്തിലോട്ടാണ് നമ്മൾ പോണത്. ഒരു തിരിവ് കഴിയുമ്പോഴും കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, സ്വർഗം കേട്ടോ, സ്വർഗം. എന്തൊരു രസം നോക്കി നിങ്ങളെ വാല്യൊക്കെ. വേറെ തന്നെ ഫീലാട്ടോ. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല, നേരിട്ട് അനുഭവിക്കണം മക്കളെ. അയ്യോ, ഒന്നൊന്നര ഫീലാണ് ഗൈസ് ഇവിടെ വണ്ടി ഓടിക്കാനും ഇവിടുത്തെ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓടിക്കാനും. പക്ഷെ എൻ്റെ മോനെ ഈ മലയുടെ ഒരു ഇത് നോക്കിയേ, വേറെ തന്നെ മൂടാട്ടോ. അയ്യോ, ആ വീടൊക്കെ നോക്കിയാൽ റെഡ് ഗ്രീനുമായിട്ട് ഒരു കിളിക്കൂട് പോലത്തെ വീട് കേട്ടോ. വീട്ടിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി നിങ്ങൾ ബാക്കിലേക്ക് ഏതാ മൂടുന്നല്ലേ സീന്. ഇതിൻ്റെ മുകളിലോട്ടാ കിളിക്കൂട് പോലത്തെ വീട്. എല്ലാ വീട്ടിൽ നിന്നും പിന്നെ കിടിലം വ്യൂ ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. അല്ലേ വിടുന്നായാലും എങ്ങനെ നോക്കായാലും. നമ്മൾ വീണ്ടും ഒരു പാലം കയറാൻ പോവാട്ടോ. പാലം, പനാർ ബ്രിഡ്ജ്, പനാർ. ഇവ ബാക്കിലത്തൊക്കെ സ്റ്റോണിൻ്റെ കളർ നോക്കി നിങ്ങൾ, വൈറ്റ് കളർ കേട്ടോ, രസമാണ് ഇല്ലേ. ചെമ്മരിയാട്. ഇവ ഡോഗ്സിന് രണ്ടിനും സെയിം ചെയിൻ മുറിട്ട് ലോക്കാക്കി നോക്കി. സെക്യൂരിറ്റി ഡോഗ്സ് ആയിരിക്കും കേട്ടോ. എന്തുട്ട റൈറ്റ് സൈഡിൽ കാണണം നോക്കിയേ, എന്ത് ഭംഗിയില കാണാൻ.
നോക്കുമ്പോ തന്നെ കണ്ണ് കുളിക്കണ കൈസ്, അത്രയും രസമുണ്ട് കാണാൻ. വെള്ള കളറിൽ ഇങ്ങനെ കിടക്കണാണ്. പക്ഷെ എന്റെ മോനെ കാണുന്ന കാഴ്ച നോക്കിയേ, റൈറ്റും ലെഫ്റ്റും നേരെയും സൈഡിലൊക്കെ മഞ്ഞുമലകളാണ് ഗൈസ്. സെക്കൻഡ് തേർഡ് ഈ കളി നടക്കലോട്ടോടെ. മോനെ സ്നോ മാർട്ടിന് സാധനം നോക്കിയേ, സ്നോ മാർട്ടിന് വണ്ടി കേട്ടത്. എടുക്കണ വേറെ കൂറ്റ സാധനം മിലിറ്ററിക്കാരുടെ. നോക്കിയേ ബെഡാ വണ്ടി. അതിന്റെ ഇടയില് കൂപ്പണേ, മനുഷ്യൻ കഷ്ടപ്പെട്ട വണ്ടി ഓടിച്ചു തന്നെ. ഇനി ഒരു 120 കിലോമീറ്റർ പറയാണ്ടേ എപ്പോ എത്തുമെന്തോ. ഈ ഏതാ സീൻ നോക്കിയേ, കണ്ടിട്ടും മതിയായിരുന്നില്ല കേട്ടോ. ഓരോ തിരിയുമ്പോ മഞ്ഞുമലയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കഴിച്ച് നമ്മളെ കാത്തിരിക്കണം. സീരിയസ്ലി. ഓ വെറുതെ ഇല്ലാട്ടാ, ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ മടുപ്പില്ല എന്ന് പറയണേ. ഏത് രസവും നല്ല ക്ലൈമറ്റും. പക്ഷെ വണ്ടികൾ കുറച്ച് കൂടുതലാ. നമ്മളങ്ങനെ കയറി മുകളിലെത്തിട്ടോ. ലെഫ്റ്റില് കാണുന്ന മൊത്തം നോക്കിയാൽ നിങ്ങൾ ഫുള്ള് സ്നോ ഹിൽസ് ആട്ടാ. മഞ്ഞുമലകൾ ഗൈസ്, മഞ്ഞുമലകൾ. ഇനിയിപ്പോൾ മഞ്ഞുമലകൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് മാറും. നോക്കിയോ, എന്ത് രസമുള്ള. പക്ഷെ ആ രസം മാത്രം നോക്കി പിടിച്ചാൽ നമ്മൾ ഒക്കെ പോകും ഗൈസ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യമാട്ടോ. നിങ്ങൾ താഴത്തേക്ക് നോക്കി മോളിക്ക് മാത്രം നോക്കാണ്ട് താഴത്തേക്ക് വേറെ നോക്കിയേ മറ്റേ സീനാ. ഗോപ്രോന്റെ ബാറ്ററി ഒക്കെ പടപടാന്ന് കൊണ്ടാണല്ലോ തീരണീശ്വരാ. ഇനി സ്നോന്റെ അടുത്തുമ്പോ ബാറ്ററി ഉണ്ടാവില്ലേ? സൈസ് നല്ല തണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണവ കിട്ടോ. ഈ താഴ്ച പറയണോ കൈസാട്ടോ കൈസ് കണ്ടോ, ഈ കാണണോ കൈസാ ഐസേ. നമ്മളങ്ങനെ സ്നോയുടെ സെക്ഷനിൽ എത്തിയിട്ട കൈസ്. ഞാൻ ഗോപ്രോന്റെ ബാറ്ററി നൈസായിട്ട് ഡെഡായി പോയി. ഞാൻ തിരിച്ചു കയറിയപ്പോ നോക്കിക്കോട്ടെ എന്താ കാണുന്നത് ബാക്കില്. നിൽക്കുന്ന കുഞ്ചു ബൈക്ക് ഞങ്ങൾ അപ്പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോപ്രോന്റെ ബാറ്ററി ഒക്കെ ഡെഡായി പോയി. ഇടയിൽ വരുന്ന വഴിക്ക് ഗോപ്രോ ഓഫായി എൻ്റെ മക്കളെ. അത് കാരണം ഇവിടെ എത്ര നേരമുള്ള സാധനം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് നോക്കിയേ ഏതാ മൂടുന്നത്. ഇവിടെയൊക്കെ സ്നോ ഇറങ്ങണം കേട്ടോ സീസൺ ടൈമിലേ. പക്ഷെ ഇപ്പൊ സീസൺ ടൈം അല്ലല്ലോ. ദാറ്റ് മീൻസ് സ്നോ വീണ ടൈമല്ലല്ലോ. നവംബർ ഡിസംബർ ടൈമിലൊക്കെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഫുള്ള് സ്നോ ഔട്ടോ. ഏതാ സാധനം നോക്കി നിങ്ങള് മൂടേഷ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗുൽമർഗൊക്കെ ഇല്ലേ, അതിന്റെ ഒരു പോർഷൻ ചേട്ടാ ഈ കാണുന്ന സ്നോകളൊക്കെ. എന്ത് രസമാണല്ലോ. റൈറ്റ് സൈഡ് മൊത്തം ഇങ്ങനെ വൈറ്റ് കളറായിട്ട് വേറെ തന്നെ മൂട്. ഏതാ സീൻ. അയ്യോ ബ്ലാക്ക് ഐസ് പണിപ്പാണ് മക്കളെ. ബ്ലാക്ക് ഐസിൽ വണ്ടി കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ വേറെ വഴി ബാക്ക് ടയർ വേറെ വഴിക്കാണ്ട് പോകും. ഈ രണ്ട് സൈഡിൽ ഐസാണ് കിടക്കണേ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാൻ എക്സൈറ്റഡ് അങ്ങനെ ടു മച്ച് ഹൈ. I don't know guys what to say. ഏതാ മൂടുക. കേരളത്തിലൊക്കെ എങ്ങനെയാണ് പൊരിച്ചതല്ലേ മഞ്ഞുമലകൾ. എന്ത് രസമാണ് ഗൈസ്.
എത്ര കണ്ടിട്ടും അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് പോരാൻ തോന്നില്ല. ഇവിടെ കൊടുക്കത്തടപ്പ് നിൽക്കാനും പറ്റണില്ല. വളരെ ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗർക്ക്. എങ്ങനെയെങ്കിലും ശ്രീനഗർ പിടിക്കണം. 2 സൈഡൊക്കെ നോക്കി ഫുള്ള് സ്നോ. ഇതൊക്കെ ഐസ് കട്ടാളവിടെ. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളുടെ വണ്ടിനേക്കാൾ നമ്മളെക്കാളും ഹൈറ്റിൽ 2 സൈഡ് ഐസ് കട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വന്നേ ഗൈസ്. ഇവിടെ ഏത് ആംഗിളിൽ നോക്കിയാലും വ്യൂ ആണ് ഗൈസ്. എങ്ങനെ നോക്കിയാലും നമ്മൾ ഹാപ്പി ആക്കണ തരം വ്യൂസ് ആണ് ഏത് ആംഗിളിലും. ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നൂല നമുക്ക്. ഏത് രസം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ് സുഹൃത്തുക്കളെ, ജമ്മു ടു ശ്രീനഗർ ഹൈവേ നിങ്ങൾ പിടിക്കാതെ നിങ്ങൾ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. 80 കിലോമീറ്റർ ഓവറാണ്, കൂടുതലാണ്. ഓഫ് റോഡ് ഉണ്ട്, ടാസ്ക് വഴികളാണ്. പക്ഷെ മക്കളെ, ഫോർ എക്സാമ്പിൾ എവറി ഹിൽസ് ഹാഡ് ടു ക്ലൈംബ്. എന്താ പറയുക, ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സീനാണ് ഈ റോഡ്. കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട് ഈ റോഡ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ എൻ്റെ മക്കളെ, ലൈക്ക് എ ഹെവൻ. നിങ്ങളൊന്ന് നോക്കിയേ, ഏതാ മൂടല്ലേ. Happiness peak happiness at the peak level guys. GoProന്റെ ബാറ്ററി ഒക്കെ ഡും 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 എന്ന് പറഞ്ഞിട്ട് തീർന്നു പോണേ. 3 ബാറ്ററി കഴിഞ്ഞപ്പോ എന്റെ പൊന്നു മക്കളെ, എന്ത് രസമുണ്ടോ. നമുക്ക് നൈസിലൊന്ന് ചവിട്ടി നോക്കിയാലോ. നല്ല സ്ട്രോങ് ആണ്ട്ടാ. ഷൂവിൻ്റെ ഉള്ളിക്കൊക്കെ പോയ പൂഞ്ചും. എന്ത് രസങ്ങളെ. അവിടെയും മഞ്ഞുമല, ഇവിടെയും മഞ്ഞുമല, മൊത്തത്തിൽ മഞ്ഞുമല. ഇത് നമ്മൾ ജമ്മു ടു ശ്രീനഗർ ഹൈവേ പോയിരുന്നെങ്കിൽ ഈ ഒരു വൈബ് നമുക്ക് കിട്ടൂല കേട്ടോ ഗൈസ്. ഇത് ഈ വഴി തന്നെ അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. വേറെ സീനിക് റൂട്ട് ഗൈസ്. എന്റെ മോൻ, എനിക്കാണെങ്കിൽ ഷോട്ട് കട്ട് ചെയ്യാൻ തോന്നണില്ല. അതാണ് സത്യാവസ്ഥ. ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നണില്ല. എന്ത് രസമുണ്ടോ. നല്ല തണവുണ്ട് അത് കാരണം. ബട്ട് ദാറ്റ്സ് ഓക്കെ ഗൈസ്. ഈ ഒരു വ്യൂവിൽ ഈ തണവ് ഉണ്ടെങ്കിൽ, ഇത്രയും തണവുണ്ടെങ്കിൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇതെല്ലാം ഓക്കെയാണ്. എന്റെ മക്കളെ, love your family, drive slowly and carefully. ഏതപ്പോ ഞാൻ മിണ്ടാതിരിക്കാൻ കുറച്ച് നേരം, നിങ്ങളൊന്ന് ആസ്വദിച്ചോ. ബൈക്ക് കേസ് ആയതുകൊണ്ട് കുറെ പേര് നമുക്ക് ഹൈവേ തരുന്നുണ്ട് കേട്ടോ, തംസ് അപ്പ് തരുന്നുണ്ട്. കുറെ ആൾക്കാർ, മലയാളീസിന്റെ 2 മലയാളി വണ്ടി കണ്ടു ഞങ്ങൾ ഗൈസ്. ഒരു KL40, പിന്നെ ഇപ്പൊ കണ്ട വണ്ടി ഏതാ? KL64 ചാലക്കുടി വണ്ടിയാ. ഓക്കെ, 63 കണ്ടു, KL40 വണ്ടി കണ്ടു കേട്ടോ. അവിടെ നിന്ന് 2 റീൽ എടുക്കണോ? ശരിയാ, 90 കിലോമീറ്റർ ഓടിയാ തന്നെ ഗൈസ്. ദേ നമ്മുടെ മറ്റേ ചെമ്മരിയാട് 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 ചെമ്മരിയാട്. അയ്യോ, ഇയാൾ കാലിൻ്റെ ഇടയ്ക്കാ വന്നേ. അതെ അതെ, എല്ലാവരും ലൈനിലുണ്ട് കേട്ടാ. ഏതാ സീനല്ലേ, എനിക്കൊന്നും പറയാൻ കിട്ടണല്ലേ ഗൈസ്. റെക്കോർഡിങ് അല്ലേ? അതെ.
ഓ പീർക്കി ഗലി, അതാണ് ഈ സ്പോട്ടിന്റെ പേര്, പീർക്കി ഗലി. ഓക്കെ, എന്തൊരു ഭംഗിയാണല്ലേ. ഫുൾ ഗ്രീൻ, എന്താ പറയാ, കളറും അതിൻ്റെ ഇടയിൽ ആ വൈറ്റ് സ്നോയും എല്ലാം കൂടി വരുമ്പോൾ അത് രസമുണ്ട് കാണാൻ കേട്ടോ. മുകളിലൊക്കെ സ്നോ കേട്ടോ. ഈ വെള്ളം മൊത്തം മറ്റേ സ്നോ ഐസ് ഉരുകിയിട്ട് വരണ കേട്ടോ. ഫുള്ള് വെള്ളം. ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് ഈ റോഡ്. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഡേഞ്ചറാണ്. ഫുള്ള് ബ്ലാക്ക് ഐസും അതും ഇതും ചളിയും പിളിയും അങ്ങനെയൊക്കെ. പക്ഷെ എന്തൊക്കെ ഡേഞ്ചറാന്ന് പറഞ്ഞാലും നേരെ കാണുന്ന കാഴ്ചകൾ നോക്കിയത് നിങ്ങൾ ക്യാമറയിൽ എത്ര കാണാൻ പറ്റുന്നെങ്കിൽ, ക്യാമറയിൽ നിങ്ങൾ കാണുന്ന നേരെ ഡബിളായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യണേ. എന്ത് രസമാണല്ലേ. മോളിക്കൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്ന് പോകും നമ്മള്, കണ്ടിക്കാൻ തോന്നില്ല അവിടെ നിന്ന്. ഹിമാലയാസ്. അതെ, സ്നോന്റെ അവിടെ നിന്നൊക്കെ നല്ല താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടാ. ഒരു കോഫിയൊക്കെ കുടിച്ചു, ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ചു. നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് ശ്രീനഗറിലേക്ക് ഹെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കേ, ഏതാ വ്യൂ, ആ കാഴ്ചകള് കണ്ണീര് നോക്കി കുളിർമേകണ കാഴ്ചകളാണ് ഗൈസ് ചുറ്റിനും. ഇവിടുത്തെ പാറകൾക്കിടെ കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുതരം എന്താ പറയാ, ലൈറ്റ് പീക്കോ കളറാട്ടോ ഇവിടുത്തെ സ്റ്റോൺസിനെല്ലാം. ഒഴുകണ വെള്ളത്തിനും അതേപോലത്തെ ഒരു കളറാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിന്. നമ്മളെങ്ങനെയെങ്കിലും അത് ഓടിപ്പിടിക്കുന്നു. ഏമാരി തണവായാലും ശ്രീനഗർ പിടിക്കണം ഗൈസ്. ഇടയിൽ സ്റ്റേ എടുത്താൽ മൂഞ്ചും. ശ്രീനഗറിലാണെങ്കിൽ നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ എൻ്റെ ഒരു കസിൻ ബ്രദർ സൈക്ലിസ്റ്റ്, പുള്ളിക്കാരൻ ശ്രീനഗറിൽ ഓൾറെഡി സ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ടല്ല, ആക്ച്വലി ആൾ സ്റ്റേ എടുത്താണ് അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ആളുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെയൊക്കെ ഉണ്ടാവണ്ടാടാ. നീ ആരോടും ചോദിച്ചു നോക്കിയേ. ग्लव्स ओके ओके താങ്ക് യു. നമുക്ക് ഒരു ഗ്ലൗസ് വാങ്ങിക്കണം ഗൈസ്. ഗ്ലൗസ്, വി വാണ്ട് ടു ബൈ ഗ്ലൗസ്. യാ ഹിയർ. ഓക്കെ, താങ്ക് യു. കുഞ്ചപ്പന് നമ്മളൊരു ഗ്ലൗ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിത് ഒരു തണവിൻ്റെ ഗ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഒരു ഗ്ലൗ ഉണ്ടായുള്ളൂ. അപ്പോൾ ഗ്ലൗ കുഞ്ചപ്പെട്ടു. തൽക്കാലം ഞാൻ ഈ ഗ്ലൗ ഇട്ടുണ്ട് ഗൈസ്. ഓക്കെയാണ്, സീനൊന്നുമില്ല. ഇതാകുമ്പോൾ എനിക്ക് ഗോപ്രോ ഓണാക്കാനും ഓഫാക്കാനൊക്കെ പറ്റും, വലിയ സീനില്ല. പിന്നെ ഇൻസൈഡാണെങ്കിൽ ഫുള്ള് മറ്റേ പഞ്ഞ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ബ്ലോക്കിൻ്റെ ഇടയിൽ മലയാളി ചേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരൻ നേരെ ഫ്രണ്ടിക്ക് വന്നിട്ട് നിങ്ങൾ നാട്ടിലെവിടെയാണൊക്കെ പ്ലഗായി പെട്ടെന്ന്. നമ്മുടെ ഗോപ്രോയുടെ അടുത്ത ബാറ്ററിയും ഓൾമോസ്റ്റ് ഡെഡ് ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 കിലോമീറ്റർ 40 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശ്രീനഗറിലോട്ട്. ഓക്കെ, അപ്പം ഇനി അവിടെ എത്തിയിട്ടായിരിക്കും ബാക്കി വിശേഷങ്ങൾ കാണാൻ പറ്റുക നിങ്ങൾക്ക്. ചാർജ് വളരെ ലോ ആണ്. 3 ബാറ്ററി ഡെഡായി ഗൈസ്. ആ സ്നോയുടെ സമയത്തൊക്കെ
ഞങ്ങൾക്ക് എടുത്തു വെച്ചതാ. അപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ഔട്ടായി പോയി ബാറ്ററീസ്. സോ അപ്പോൾ അതൊക്കെയാണ് ഈ വിശേഷങ്ങൾ. ബാക്കി ശ്രീനഗർ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കി GoPro off ആയി കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനഗർ എത്തിയിട്ട് ഫോണിലായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ ശ്രീനഗർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ശ്രീനഗർ ഇതാ പോണ കുട്ടാവിചാടനും കുഞ്ചും. ഇതാണ് ഞാൻ പറഞ്ഞ സൈക്ലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ കസിൻ ബ്രദർ എന്ന് പറഞ്ഞല്ലേ, പുള്ളിക്കാരനാണത്. അപ്പോൾ ഇവിടെ ആൾ ഓൾറെഡി സ്റ്റേ ചെയ്യുന്നുണ്ട്, റൂമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആളുടെ റൂമിലേക്കാണ് പോണേ. ഓക്കെ, ഇവിടെ നിറച്ച് മലയാളീസ് ഉണ്ടാ. ശ്രീനഗർ മുഴുവൻ മലയാളീസാ. ദാൽ ലേക്കിന്റെ സൈഡിലാട്ടാ നമ്മുടെ റൂം. ആ ഇതെല്ലാം പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോ എന്നാല് ഫ്യൂ ഡേയ്സ് മുന്നേ ഇത് സാധനം മറിഞ്ഞിട്ട് നല്ല പണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ഇമ്മാതിരി ഫ്രീസ് വെള്ളം. ഈ ഫ്രീസ് വെള്ളത്തിലൊക്കെ ഈ ചിക്കാരം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നീന്തൽ അറിയണവർക്ക് നീന്താൻ പറ്റില്ല കൈസ്, കാരണം നമ്മുടെ കൈയും കാലൊക്കെ മരവിച്ചു പോവും. അപ്പൊ ഇതിനടുത്താട്ടോ നമ്മുടെ റൂം. ഇയാൾക്ക് ഹിന്ദി അറിയാടാ. ദാൽ ലേക്ക്, അവിടെ ലോട്ട് ഓഫ് ഹോട്ടൽസ് ആൻഡ് റൂംസ് ഉണ്ട് കേട്ടോ. ദാൽ ലേക്ക് എന്തായി ഇതിന് പേര് വരാൻ കാരണം? ഇതെന്താ പരിപ്പോനുണ്ടാക്കിയ ലേക്കോ? ദാൽ എന്ന് പറഞ്ഞ പരിപ്പാണല്ലോ ഹിന്ദിയിൽ. പക്ഷെ എന്തോരം ട്രാവലേഴ്സാണെന്ന് അറിയോ ഇവിടെ. കുറേ പേര് പെട്ടിട്ടുണ്ട് കേട്ടോ മലയാളീസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഒക്കെ ലോട്ട് മെമ്പേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കണ്ടായി, ഞങ്ങളിപ്പോൾ ഇറങ്ങി അങ്ങോട്ട് എത്തുമോ മക്കളെ, അങ്ങനെ കുറേ പേര് ചോദിക്കണ്ടായി കേട്ടോ. Yeah, friends they're here. I actually don't know. He's coming back. Yeah. Hey, അതല്ലേ എവിടെയാണ് അവിടെ? ഓക്കെ, അങ്ങ് തൃശ്ശൂര്. ആ ഓണാണ് ഓണാണ്. ഓക്കെ, ഓൾ ഇന്ത്യ. ആളെന്റെ ചേട്ടനാ. ആ സൈക്കിൾ എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരന്റെ ചേട്ടനാണ് ആക്ച്വലി. തൃശ്ശൂരുകാരുണ്ട് സൈക്കിളും ഒരാൾ വന്നിട്ടുണ്ടോക്കെ. ക്യാമറ ഓണാണ് മോനെ. നിങ്ങൾ എല്ലാരും കണ്ണൂരാ? വരും വരും വരും. നിങ്ങൾ എല്ലാരും കണ്ണൂരാണോ? സെറ്റ്. നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട്? ഇനിയിപ്പോ എന്നാ റിട്ടേൺ? പാക്കേജ് ആണോ? പാക്കേജ് ആണോ? ഞങ്ങളിതങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് ഗൈസ്. റൂമിലെത്തി. എവരിവെയർ മല്ലൂസ്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കിയേ. ഞാൻ മൂടാട്ടാ. ലെഫ്റ്റ് സൈഡിൽ ദാലിലേക്ക്. ഈ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ.